മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ പാൽഘി ഉത്സവത്തിനായി പൂനെ നഗരമൊരുങ്ങി 3 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന ഘോഷയാത്രയുടെ ഭാഗമായി നഗരത്തിലെ പ്രധാന റോഡുകൾ ഇന്ന് അടച്ചിടും. പരമ്പരാഗതമായ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരിൽ 90% പേരും കർഷകരാണ്. 1000 വർഷം പഴക്കമുള്ള പരമ്പരാഗത പാൽഘി ഉത്സവം മഹാരാഷ്ട്ര സംസ്കാരത്തിന്റെ സവിശേഷതയാണ് അടയാളപ്പെടുത്തുന്നത്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പൂനെ നഗരജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയായിരിക്കും പാൽഘി ഘോഷയാത്ര. 3 ലക്ഷത്തിലധികം പേരാകും വർഷം തോറുമുള്ള ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ഇതിനായി അടച്ചിടും. റോഡ് ഗതാഗതം ആശ്രയിക്കുന്നവർ ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ജ്ഞാനേശ്വർ മഹാരാജിന്റെയും തുക്കാറാം മഹാരാജിന്റെയും പാൽഘി ഘോഷയാത്രകൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിനായാണ് ഗതാഗത മാറ്റങ്ങൾ. പരമ്പരാഗതമായി ഈ ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്നവരിൽ 90% പേരും കർഷകരാണ്. അവരിൽ ഭൂരിഭാഗവും മഹാരാഷ്ട്രയിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളായ കർണാടക, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവരാണ്. തുക്കാറാം മഹാരാജിന്റെയും ജ്ഞാനേശ്വർ മഹാരാജിന്റെയും പാൽഘികൾ ഞായറാഴ്ച വൈകുന്നേരമാണ് നഗരത്തിലെത്തിയത്. നഗരത്തിലെത്തിയ 2 പാൽഘികളും ഒരേ വഴി പിന്തുടർന്ന് ഹഡപ്സർ വഴി പണ്ഡാർപൂരിലേക്ക് യാത്ര തിരിക്കും. വർഷങ്ങളോളം വേർപിരിഞ്ഞ പാൽഘികൾ പൂനെയിൽ ഒരു ചെറിയ സമയത്തേക്ക് കണ്ടുമുട്ടുകയും പിന്നീട് ഹഡപ്സറിലെത്തി വീണ്ടും പിരിയുകയും ചെയ്യുന്നതാണ് പാൽഘി ഉത്സവം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.